കോട്ടയം സ്വദേശിയായ എലീസയ്ക്ക് ഒരു കാക്കയുണ്ട്. പക്ഷേ പക്ഷിയല്ല കേട്ടോ. കാക്ക എന്ന് പേരിട്ട വസ്ത്ര ബ്രാൻഡിന് സമൂഹ മാധ്യമങ്ങളിൽ വൻ ആരാധകരാ. 24 വയസ്സുള്ള എലീസ അങ്ങനെ കൊച്ചിയിലെ തിരക്കുള്ള ഡിസൈനറായി. എനിക്ക് വർക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എന്നാ ചെയ്യണം അങ്ങനെ ആലോചിച്ച് പണ്ടോട്ട് ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്യും. പക്ഷെ ഇതെങ്ങനെ ഇപ്പോഴത്തെ ഇതില് ഓൺലൈൻ സ്റ്റോർ തുടങ്ങുന്ന ഏറ്റവും ഇത് എൻ്റെ കയ്യിലൊന്നും ഇല്ല, പൈസ ഒന്നും ഇല്ല. അപ്പം നമുക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാമായിട്ട് തോന്നി. അപ്പം അതിനുവേണ്ടി ഞാൻ എൻ്റെ പഴയ ഫോൺ വെച്ച് റീലെടുത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ കാക്ക എന്നുള്ള ബ്രാൻഡ്. ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ മടത്തിൽ പോയിട്ട് ഒരു ബെറ്റിക്കോട്ട് തയ്ക്കാൻ മാത്രം പഠിച്ച ഒരു മാസത്തേക്ക്. എനിക്ക് വേറെ കുറേ പാറ്റേൺസ് പഠിക്കണം, കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് നോക്കി ഓരോ ദിവസവും ഓരോ പാറ്റേൺ ഇങ്ങനെ ചെയ്ത് അത് ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ വീട്ടിൽ ചേച്ചി എനിക്കൊക്കെ പറയാം അടിപൊളിയാണ്, സൂപ്പറാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മോട്ടിവേഷൻ. അപ്പം ഞാൻ അടുത്തത് ചെയ്യും. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത് ഇടുമായിരുന്നു. നൈറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് വിൽക്കിയതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാ. അപ്പം കൂട്ടുകാരൻ എനിക്ക് ഓർഡർ തരും. പക്ഷെ ഈ പേജ് ഒട്ടും ആരും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. പക്ഷെ അവസാനം ഒരു ദിവസം എൻ്റെ റീലിങ്ങനെ വൈറലായി. കുറേ ഓർഡേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കൊതിച്ചിരുന്ന കാര്യമാണ്. ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ നമ്മുടെ DMസിൽ ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഡ്രസ്സ് വേണമെന്ന് പറയുന്നത്. അതിങ്ങനെ കണ്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് ഓർഡറുകൾ കിട്ടാൻ തുടങ്ങിയത്. ഒരു ചേട്ടനുണ്ട്, ബാക്കി 4 ചേച്ചിമാർ ഇവിടെ വന്നിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അവർ 5:30 ആകുമ്പോൾ പോവും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാക്ക് ടു വെബ്സൈറ്റിൽ പുതിയ ലോഞ്ച് ചെയ്യുന്ന കാര്യവും പുതിയതായിട്ട് മോഡൽ ചെയ്യുന്ന കാര്യം അതൊക്കെ നോക്കും. പിന്നെ കസ്റ്റമൈസേഷന് ഞാൻ സൈഡിൽ കൂടെ എടുക്കാറുണ്ട്. നമുക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കരുത്. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഇല്ലായിരുന്നു, ഒരു നല്ല മെഷീൻ ഇല്ലായിരുന്നു. പക്ഷെ ഉള്ള മെഷീൻ കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഇല്ലാഞ്ഞിട്ട് ഞാൻ പഴയ സ്റ്റിച്ചിങ് ഷോപ്പുകളിൽ ചെന്നിട്ട് പഴയ വേസ്റ്റ് മെറ്റീരിയൽ എടുത്തായിരുന്നു ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഓരോ പാറ്റേണൊക്കെ സ്റ്റിച്ച് ചെയ്ത് അത് വീഡിയോ ആയിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. എന്നിട്ട് എനിക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്നാ ഉണ്ടോ അത് വെച്ച് തുടങ്ങാം.